അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ദുറൂസുൽ ഇസ്ലാമിലെ 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിന് 9-ാമത്തെ അധ്യായം പഠിച്ചു അല്ലേ? പേരെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ? ഹുദം വറഹ്മത്ത. എന്തുകൊണ്ടാണ് ഈ ഹുദം വറഹ്മത്തായത്? നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അനുഗ്രഹമല്ലേ, അതുപോലെ തന്നെ മാർഗമല്ലേ. മാർഗ്ഗമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. ഖുർആനും തൗറാത്തും ഇൻജീലും എല്ലാം മാർഗനിർദ്ദേശമാണ്. ഇത് അനുഗ്രഹമാണ്. നമുക്ക് ഒരുപാട് ഇൽമുകൾ അതിൽ നിന്ന് കിട്ടി. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു. ഗവേഷണം ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അത് വലിയ ഒരു അനുഗ്രഹവും കൂടിയാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് പിടുത്തം കിട്ടി അല്ലേ? നമ്മൾ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എത്രയാണ്? 100 ഏടുകളും അതുപോലെ 4 കിതാബുകളുടെയും പേര് കൊടുത്തു പഠിച്ചു. അത് ആർക്കെല്ലാം നൽകി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം തുരിസീനയിലേക്ക് പോയി അള്ളാഹുവിനെ കാണണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇനി അതിലുള്ള ചോദ്യോത്തരങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഒന്നാമത്തെ ചേരുംപടി ചേർക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൗറാത്ത് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ ഇവിടെയാണ് ചേർന്ന് മൂസ അലൈഹി സ്വലാം. സബൂർ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഈസാ അലൈഹി സ്വലാമിനല്ലേ കൊടുത്തിട്ടുള്ളത്? അല്ല, തെറ്റിയല്ലേ. സബൂർ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ദാവൂദ് അലൈഹി സ്വലാമിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയിൽ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഇഞ്ചിയിൽ നമ്മുടെ ഈസാ അലൈഹി സ്വലാമിനാണ് കൊടുത്തിട്ടുള്ളത്. ഫുർഖാനുൽ അലീം, ഖുർആനിന് ഫുർഖാനുൽ അലീം എന്ന പേരുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. ഫുർഖാനുൽ അലീം ആർക്കാണ് കൊടുത്തത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ ഫുൾ മാർക്ക് സെറ്റ്. ഓക്കെ, റെഡി ആയില്ലേ? ഇനി അടുത്ത ഒരു ചേരുംപടി നമുക്ക് ചേർക്കാം എങ്ങനെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലെങ്കിൽ 50 ആർക്കാണ് കൊടുത്തത്? 50 ആർക്കാണ് കൊടുത്തതെന്ന് നമ്മൾ കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട്. എവിടെയാണ് അതുള്ളത്? 50 ഷീസ് നബി അലൈഹി സ്വലാമിന്. 50 ആർക്കാണ് കൊടുത്തത്? ഷീസ് നബി അലൈഹി സ്വലാം. ഷീസ് നബി അലൈഹി സ്വലാം എവിടെയാണ്? ഇതല്ലേ 50. അപ്പോൾ ഇതിനോട് കൂടെ ചെയ്യിപ്പിക്കേണ്ടതാണ്. അതുപോലെ 30 ഇദ്രീസ് അലൈഹി സ്വലാമിനാണ് കൊടുത്തിട്ടുള്ളത്. 30 ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഇദ്രീസ് അലൈഹി സ്വലാമിനാണ് കൊടുത്തിട്ടുള്ളത്. 10 ആദം നബി അലൈഹി സ്വലാമിനും 10 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ആദം നബി അലൈഹി സ്വലാം ഒരേപോലെ കേട്ടോ, ഒരേപോലെ സമമാണ് കൊടുത്ത വിഷയത്തിൽ, ഏടുകൾ നൽകിയ വിഷയത്തിൽ 10-10. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാം. നുബയ്യന സബബ, കാരണം വിശദീകരിക്കുക. എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ചോദ്യം? ഖുർആന് മുമ്പ് ഇറങ്ങിയ കിതാബുകൾ വായിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ കിതാബിലേക്ക് പോവാം. ഈ ഒരു സെൻറ്റൻസ് മുഴുവനും നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 1 മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എഴുതിയാൽ മതി. 2 മാർക്കിനാകുമ്പോൾ കുറച്ച് കൂടുതൽ എഴുതണം. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു, ഞാൻ ആൻസർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയതോടെ മറ്റു കിതാബുകളെല്ലാം ദുർബലപ്പെട്ടു. അവ യഥാർത്ഥ രൂപത്തിൽ ഇന്നില്ല. പേരുകൾ അറിയപ്പെട്ട കിതാബുകൾ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാണ്. അതിൽ നിന്ന് സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. സത്യം ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് വായിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കാരണം. സത്യം അവിടെ കിട്ടില്ല, അതുകൊണ്ട് അത് വായിക്കാൻ പാടില്ല. ഇനി അടുത്ത ഒരു ചോദ്യം. അൽ ഫുർഖാൻ അലീം എന്ന വിഷയത്തിൽ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അൽ ഫുർഖാൻ അലീം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാം. എന്താണ് നമ്മൾ ഈ സെൻറ്റൻസ്, ഈ പദങ്ങളെല്ലാം ഖുർആനെ പറ്റിയുള്ള അതിൻ്റെ മതകളാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ്. അത് മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതാണ്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അത് അവസാനത്തെ കിതാബാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബും ഖുർആൻ തന്നെ. അതിന് ഫുർഖാൻ അലീം എന്ന് പേരുണ്ട്. ഇത്രയും എഴുതിയാൽ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആയി കേട്ടോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നംലുൽ ഫറാ എന്ന് പറഞ്ഞ വിട്ട ഭാഗം പൂരിപ്പിക്കുക. വെരി സിമ്പിൾ അല്ല, നമ്മൾ പാഠം കൃത്യമായി പഠിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അള്ളാഹു തആല മൂസാ നബിയെ ഡാഷ് പർവ്വതത്തിലേക്ക് ക്ഷണിച്ചു. ഏത് പർവ്വതത്തിലേക്കാണ്? തൂരിസീന. നമ്മൾ ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തൂരിസീന പർവ്വതത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ അറബി മലയാളത്തിൽ അതെങ്ങനെ എഴുതുന്നുള്ള പുസ്തകത്തിൽ നോക്കി എഴുതണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്, ആ സ്പെല്ലിങ് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിൽ നോക്കി മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരൻ ഡാഷ് ജനങ്ങളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചു. ആരാണ്? ഹാറൂൻ നബി അലൈഹി സ്വലാം. ഇവിടെ ഉണ്ടല്ലോ ആൻസർ. ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചത്? മൂസാ നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാമിന്. 2ൻ്റെ ആൻസർ കിട്ടി. മൂന്നാമത്തെ എന്താണ്? അല്ലാഹു തആല ഡാഷ് ഏടുകളും 4 കിതാബുകളും അവതരിപ്പിച്ചു. എത്രയാണ്? എത്ര ഏടുകളാണ്? 4 കിതാബ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് 100 ഏടുകൾ മൊത്തത്തിൽ കൂട്ടിയാൽ മതി. 50 + 30 80 പിന്നെ 10 90 പിന്നെ 10 100. അപ്പോൾ 100 എത്രയാണ്? ഏടുകളാണ്. പരീക്ഷകൾ മറക്കരുത് കേട്ടോ. 100 ഏടുകളാണ് അള്ളാഹു നൽകിയത്. 100 ഏടുകൾ. ഇനി അത് കിതാബിൽ ഡയറക്റ്റായിട്ട് 100 എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചാൽ കേട്ടോ.
ഈ അവസാനത്തെ കിതാബ് ഡേഷാണ് ഫുർഖാനുൽ അലീം, ഖുർആൻ അവസാനത്തെ കിതാബാണ്. എവിടെയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കിതാബിൽ അവസാനത്തത് ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ തന്നെ. അതിന് ഇത് അവസാനത്തതാണെന്ന് ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും, അത് അവസാനത്തെ കിതാബാണെന്ന് ഖുർആൻ നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻസർ കൃത്യമായി കിട്ടി. ഇനി നമ്മളിത് വായിച്ച് മനസ്സിലാക്കേണ്ടത്, കാരണം നമ്മുടെ വായനാശീലം വർദ്ധിക്കാൻ വേണ്ടി എഴുതുകയും ചെയ്യണം കേട്ടോ. വായിച്ചിട്ട് എഴുതണം. അതുപോലെ ഇബ്രാഹിം, ഇതെന്താ വായിക്കുക? ഇബ്രാഹിം. ഇതെന്താ വായിക്കുക? ഇദ്രീസ്. അപ്പോൾ ഇദ്രീസ് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഇവിടെ എഴുതണം, ഇദ്രീസ് എന്ന് എഴുതണം. ആദം അലൈഹി ഇസ്ലാം എന്നിവിടെ എഴുതണം. ഷീസ് അലൈഹി ഇസ്ലാം എന്നിവിടെ എഴുതണം. ഫുർഖാനുൽ അലീം എന്നിവിടെ എഴുതണം. കിതാബുൻ, ഇവിടെ കിതാബ് എന്ന് എഴുതണം. ഹാറൂൻ അലൈഹി ഇസ്ലാം ഇവിടെ എഴുതണം കേട്ടോ. മൂസ അലൈഹി ഇസ്ലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ ഇവിടെ ഓരോ വട്ടം എഴുതുക, എന്നിട്ട് വായിച്ചിട്ടാണ് എഴുതേണ്ടത്. പർവ്വതം, അറബി മലയാളമല്ലേ? പർവ്വതം മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. സഹോദരന് മലയാളം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ എഴുതണം. സഹോദരൻ എന്ന് അറബി മലയാളത്തിൽ എഴുതണം. അതുപോലെ തന്നെ ബോധ്യപ്പെടുത്തി ഈ കോളത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന് എഴുതണം. മലയാളത്തിലല്ല കേട്ടോ, അറബി മലയാളത്തിൽ തന്നെ എഴുതണം. ദുർബലപ്പെട്ടു എന്ന് ഇവിടെ എഴുതണം. ഗ്രഹിക്കുക എന്നുള്ള അറബി മലയാളം ഈ കോളത്തിൽ എഴുതണം കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ കാര്യമായിട്ട് എഴുതണം. സുരക്ഷിതമായി എന്ന് ഇവിടെ എഴുതണം. ശ്രേഷ്ഠം എന്ന് മലയാളം കൊടുത്തിട്ടുണ്ട്, ഇവിടെ അറബി മലയാളത്തിൽ. തൂരിസീന പർവ്വതത്തെ പറ്റി പറഞ്ഞില്ലേ, ആ തൂരിസീന ഇവിടെ എഴുതണം. മാറ്റത്തിരുത്തലുകൾ എന്ന് ഇവിടെ എഴുതണം. അതുപോലെ തന്നെ ലിൽ കിതാബത്തി വലിലാഫത്തി, കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഫുൾ മാർക്ക് നമ്മൾ സെറ്റാക്കും. എക്സാം വരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് എഴുതും. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും മറ്റൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.